പ്ലസ് മെഗാ ബൈബിൾ ക്വിസ് 2026 എപ്പിസോഡ് 134ലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ബൈബിൾ പോർഷൻ പറയാം. സങ്കീർത്തനങ്ങൾ 55 മുതൽ 58 വരെ, 1 കൊരിന്ത്യർ 1-ാം അധ്യായം. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ച് മനസ്സിലാക്കിയിട്ടിരിക്കുമായിരിക്കും എന്ന് കരുതുന്നു. അപ്പൊ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സങ്കീർത്തനങ്ങളുടെ തലക്കെട്ട് പഠിക്കണം കേട്ടോ. അത് ഇടയ്ക്ക് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. സങ്കീർത്തനം അധ്യായം മാത്രമല്ല, അതിന്റെ തലക്കെട്ടൂടെ നോക്കണം. കാരണം അതിനകത്തുനിന്നും ക്വസ്റ്റ്യൻ വരാൻ ചാൻസസ് ഉണ്ട്. ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ നേരത്തെ എപ്പിസോഡ്സിലൊക്കെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. തത്വജ്ഞാനി അല്ലെങ്കിൽ തത്വചിന്തകൻ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം. ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. തത്വജ്ഞാനി അല്ലെങ്കിൽ തത്വചിന്തകന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം. ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ്? ഒന്നുകൂടെ പറയാം. അതായത് തത്വജ്ഞാനി അല്ലെങ്കിൽ തത്വചിന്തകന് പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പദം. ഈ പദം ബൈബിളിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ്? കൺഫ്യൂഷൻ ഇല്ലല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അവർ ജന്മം മുതൽ വ്യാജം പറഞ്ഞ് നേരായി നടക്കുന്നില്ല. ആര്? അവർ ജന്മം മുതൽ വ്യാജം പറഞ്ഞ് നേരായി നടക്കുന്നില്ല. ആര്? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന തോൽ സഞ്ചി ഏത്? ഈ പേരിൽ കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമവും ഉണ്ട്. ഏതാണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന തോൽ സഞ്ചി ഏത്? ഈ പേരിൽ കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമവും ഉണ്ട്. ഏതാണ്? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇൻപമുള്ള ബന്ധം എന്നർത്ഥം വരുന്ന ഒരു പദം എന്ത്? ഇൻപമുള്ള ബന്ധം എന്നർത്ഥം വരുന്ന പദം എന്ത്? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. യേശുവും യോഹന്നാൻ സ്നാപകനും പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു പദം ദാവീദിനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് ഇല്ലായിരുന്നു. ഈ പദം പഴയ നിയമത്തിൽ ഒരു പാഠഭാഗത്ത് മാത്രമേ ഉള്ളൂ. എന്താണ്? ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാം. യേശുവും യോഹന്നാൻ സ്നാപകനും പ്രസംഗത്തിൽ വിളിച്ചു പറഞ്ഞ ഒരു പദം ദാവീദിനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് ഇല്ലായിരുന്നു. ഈ പദം പഴയ നിയമത്തിൽ ഈ പാഠഭാഗത്ത് മാത്രമേ ഉള്ളൂ. എന്താണ്? അപ്പൊ ഇതാണ് 5 ക്വസ്റ്റ്യൻസ് കേട്ടോ. എല്ലാവർക്കും ആൻസേഴ്സ് ഇപ്പോഴേ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ശരി ഉത്തരം അയക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ ഉത്തരം വിത്ത് റെഫറൻസ് അയക്കുക. ഇതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം നാളെ രാവിലെ റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ശരി ഉത്തരങ്ങളുമായിട്ട് നാളെ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Till then, it's me, Angel, signing off. Bye and take care.